പ്രിയപ്പെട്ടവരെ, കൊറോണ പ്രതിസന്ധി സൃഷ്ടിച്ച ഭീമമായിട്ടുള്ള ജോലി നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വിപത്ത് നിരവധിയാണ്. അത് ഒരുപാട് ആളുകളെ നിരാലംബരും നിരാശരും ദുഃഖിതരുമാക്കി കഴിഞ്ഞു. അവർ ഇനി എങ്ങനെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കണം എന്നറിയാതെ, എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാതെ പതറുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. മാത്രമല്ല, ഗവൺമെൻറ്റുകൾ പോലും അവരെ കൈയൊഴിയാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തങ്ങളിൽ അവശേഷിച്ചിട്ടുള്ള മനോവീര്യം എങ്ങനെ കെടാതെ സൂക്ഷിക്കണം എന്നാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടിരിക്കാം. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എല്ലാ തരത്തിലുള്ള നഷ്ടങ്ങളും, എല്ലാ തരത്തിലുള്ള പ്രഹരവും, എല്ലാ തരത്തിലുള്ള ഡിസപ്രൂവലും അല്ലെങ്കിൽ ഡിഫീറ്റുകളും നിങ്ങൾക്ക് ശക്തി പകരാനുള്ള കാരണം കൂടിയാണ് എന്നാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. തൊഴിൽ നഷ്ടമുണ്ടാക്കിയുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കൺട്രോൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. ഒരാളുടെയും കൺട്രോൾ ജീവിതത്തിൽ 100% ഇല്ലാതാകുന്നില്ല. ഇതാണ് ജീവിതത്തിൻ്റെ അന്തസത്ത. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ഈ നിരാശ, ഈ ക്ഷീണം എത്രമാത്രം നിങ്ങളിൽ ആഘാതമേൽപ്പിച്ചിട്ടുണ്ടെന്നും ബാക്കിയുള്ള ആ ആവേശത്തെ തിരിച്ചു പിടിക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതായത് നിങ്ങളിൽ അവശേഷിക്കുന്ന മനോവീര്യം ഒരുപക്ഷെ 10% അതുമല്ലെങ്കിൽ 5% എത്രയായാലും ശരി, നിങ്ങളതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ശക്തിയോടെ മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതി മാറ്റാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആർജിച്ചെടുക്കാനാണ് നിങ്ങൾ ഈ തൊഴിലില്ലായ്മയുടെ സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. തൊഴിൽ തേടുന്നതോടൊപ്പം നിങ്ങൾക്ക് വീണ് കിട്ടിയിട്ടുള്ള ഈ സമയം എങ്ങനെ നല്ല രീതിയിൽ ക്രിയാത്മകമായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തേത് ദിസ് ഈസ് ദ ടൈം ഫോർ തിങ്കിങ് എന്നുള്ളതാണ്. അതായത് ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കാനുള്ളതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസിനെക്കുറിച്ച്, വാല്യൂസിനെക്കുറിച്ച്, നിങ്ങൾ അറിയുന്ന വ്യക്തികളെക്കുറിച്ച്, നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, കുടുംബ ബന്ധങ്ങളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ച്, രാഷ്ട്രത്തെക്കുറിച്ച്, രാഷ്ട്രീയ വ്യവഹാരങ്ങളെക്കുറിച്ച് എല്ലാം ആലോചിക്കാനും അനലൈസ് ചെയ്യാനുമുള്ള ഒരു സമയമാണ്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, പേഴ്സണലായിട്ടുള്ള ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക. അതുപ്രകാരമായിരിക്കും നിങ്ങൾ ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള യാത്രയെ നയിക്കുക എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആദ്യത്തെ കാര്യം ദിസ് ഈസ് ദ ടൈം ഫോർ തിങ്കിങ് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിൻ്റ് ദിസ് ഈസ് ദ ടൈം ഫോർ ലേണിംഗ് എന്നതാണ്. അതായത് നിങ്ങൾ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ജോലി തിരക്കിനിടയിൽ പല കാരണങ്ങളാൽ മാറ്റിവെച്ച പലതും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവാം, മനസ്സിലാക്കാനുണ്ടാവാം, കൂടുതൽ അറിയാനുണ്ടാകാം. അതൊക്കെ ചെയ്യാൻ പറ്റിയ സമയമാണ് ഈ സമയം എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ചിലർക്ക് സംഗീതം പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരിക്കാം, ചിലർക്ക് ചിത്രരചന പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരിക്കാം, ചിലർക്ക് വീഡിയോ ഗെയിം അറിയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലർക്ക് ഒരു പുസ്തകം എഴുതാൻ സമയം കിട്ടിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ പുസ്തകം വായിച്ചു തീർക്കാൻ സമയം കിട്ടിയില്ലായിരിക്കാം. അതുപോലെ തന്നെ പല ഓൺലൈൻ കോഴ്സസും പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരുക്കിയെടുക്കാൻ സമയം കിട്ടിയിട്ടില്ലായിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ മാറ്റി വച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ സമയത്ത് ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അത് നിങ്ങൾക്ക് കൂടുതൽ ആവേശം പകരും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിസ് ഈസ് ദ ടൈം ഫോർ റിപ്പയറിങ് എന്നതാണ്. റിപ്പയറിങ് എന്ന് കേൾക്കുമ്പോൾ പലരും വിചാരിക്കും എന്താണ് റിപ്പയറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പയറിങ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഇവിടെ പറയുന്നത് ദ റിപ്പയറിങ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്സ് എന്നതാണ്. അതായത് ദീർഘകാലമായിട്ട് നിങ്ങളുടെ തിരക്ക് കാരണം നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത സുഹൃത്തുക്കളുണ്ടായിരിക്കാം, അതുപോലെ തന്നെ മറ്റ് റിലേഷൻഷിപ്പിൽ അടുത്ത് വരുന്ന ആളുകളുണ്ടായിരിക്കാം. കുറേ കാലമായിട്ട് അവരെയായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന് വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല, നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ടെലിഫോൺ വിളിച്ച് സംസാരിക്കുക, നിങ്ങളുടെ സൗഹൃദം പുതുക്കുക, ബന്ധം പുതുക്കുക. അത് ഈ അവസരത്തിൽ നിങ്ങൾക്ക് വളരെ ക്രിയാത്മകമായി ചെയ്യാവുന്ന ഒന്നാണ്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ കണക്ഷൻസ്,
നിങ്ങളുടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് കുറച്ചുകൂടി ബെറ്ററായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നാമത്തെ പോയിൻ്റായിട്ട് മനസ്സിൽ കരുതേണ്ടത് ദിസ് ഈസ് ദ ടൈം ഫോർ റിപ്പയറിങ് എന്നുള്ളതാണ്. ഇനി റിപ്പയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മെറ്റീരിയൽസിക് ആയിട്ടുള്ള റിപ്പയറിങ് കൂടി ഓർമ്മയിൽ വരികയാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് റിപ്പയർ ചെയ്യാൻ പറ്റിയ സമയമാണ്. അതായത് പെയിൻറ്റിങ് വേണമെങ്കിൽ പെയിൻറ്റിങ് നടത്താം, ടൈൽ ചേഞ്ചസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ മറ്റ് കിച്ചൺ ആക്ടിവിറ്റീസ്, പ്ലംബിങ്, ഇലക്ട്രിഫിക്കേഷൻ ഇതൊക്കെ ചെയ്യാം. ഇനി നിങ്ങളുടെ കാർ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്കത് ചെയ്തു തീർക്കാം. അതുപോലെ തന്നെ ഫർണിച്ചർ മെയിൻ്റനൻസ് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ എല്ലാ തരത്തിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള റിപ്പയർ വർക്കും നിങ്ങൾക്ക് ഈ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് മനസ്സിൽ കരുതുക, ദിസ് ഈസ് ഓൾസോ എ ടൈം ഫോർ കംപ്ലീറ്റിംഗ് യുവർ റിപ്പയർ വർക്ക്സ്. നാലാമത്തെ പോയിൻ്റ്, ദിസ് ഈസ് ദ ടൈം ഫോർ ഗ്രോയിങ് ആൻഡ് ഹെൽപ്പിംഗ് ഫോർ അതേഴ്സ് എന്നതാണ്. അതായത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഗ്രോത്ത് ആർജിച്ചെടുക്കുന്ന സമയമാണ് ഈ നിശബ്ദമായിട്ടുള്ള സമയം. അതായത് ഈ ഒഴിവുവേള, തൊഴിൽ അന്വേഷിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ശാന്തമായിട്ടുള്ള നിശബ്ദമായിട്ടുള്ള സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോ അപ്പ് സംഭവിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് നിങ്ങളുടെ സ്വയം വിലയിരുത്തുന്നത്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്സ് ചേഞ്ച് ചെയ്യുന്നത്, നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്, വ്യക്തിത്വ വികാസത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ സ്വത്വത്തെക്കുറിച്ച് നിങ്ങൾ ആരായുന്നത്, നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിത്വ വികാസം സംഭവിക്കുന്ന ഒരു സമയമാണ്, ഒരു ഇടവേളയാണ് ഈ ഇടവേളയെന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ ഈ ഇടവേളയിൽ നിങ്ങൾ കൂടുതൽ എംപതറ്റിക്കായി മാറാൻ ശ്രമിക്കുക. എമ്പതിയാണ് ഇപ്പോൾ ലോകത്തിന് ആവശ്യം. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ സംഘടനകളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവരുടെ വിഷമത്തെ, മറ്റുള്ളവരുടെ ദുഃഖത്തെ, മറ്റുള്ളവരുടെ നഷ്ടങ്ങളെ കൂടി നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അങ്ങനെ പരമാവധി അവർക്ക് കൂടി നിങ്ങളുടെ ജീവിതം സഹായകമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത്തരം സഹായത്തിൽ ഒരു സമൂഹം വ്യാപൃതമാകുമ്പോഴാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു സാമൂഹ്യ വ്യവസ്ഥ പോലും രൂപപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിരാലംബതയും ദുഃഖവും നിരാശയും ഒരു പരിധിവരെ മാറ്റിവെച്ച് നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളുമായിട്ട്, പ്ലാനിങ്ങുകളുമായിട്ട്, വിഷനുമായിട്ട്, മിഷനുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത്രയുമാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിലൂടെ പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്താൻ ഒരിക്കലും വിട്ടുപോകരുത്. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക. ഞാൻ P.Manikandhan, മണികാന്തൻസ് ക്രിയേഷൻസ്.